2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? അലക്കുസ്ലാമ, സമാധാനം നിങ്ങളുടെ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആശംസയല്ല, ആശംസയായിട്ടാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എന്താണത്? അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ കർത്താവിൻ്റെ വാഗ്ദാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാഗ്ദാനം പ്രാപിക്കുന്നവർ വിശ്വസ്തയുള്ളവരാണ്. പക്ഷേ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ഞാൻ വിശ്വസ്തനായിരിക്കും എന്നാണ്. എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കർത്താവിൻ്റെ സമാധാനം പാലിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് പോരായ്മകൾ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ആശംസ എന്ന് പറയുന്ന ആ സമാധാനത്തെ വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക്